വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നേരത്തെ എണീറ്റ് ഞാൻ 8:30 ആയപ്പോഴത്തേക്കും ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഇന്ന് നമുക്ക് നാട്ടിൽ പോകേണ്ട ദിവസമാണ്. നാട്ടിലേക്കല്ല, ഞാൻ വളാഞ്ചേരിക്കാണ് പോണേ, ഐഷുവിൻ്റെ വളകാപ്പൊക്കെ ആയിട്ട്. സോ അതിനുള്ള എല്ലാ സാധനങ്ങളും ഇന്നലെ രാത്രി ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു കേട്ടോ. ഇന്ന് രാവിലെ എണീറ്റിട്ടാണ് ബാക്കി കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് തീർത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വേഗം ഇറങ്ങാം. എൻ്റെ ക്യാബ് വന്നു കേട്ടോ. നമുക്ക് വേഗം പോയിട്ട് വരാം. ഞാൻ യൂഷ്വലി ഓഫീസ് ക്യാബിലാണ് കേട്ടോ ഓഫീസിൽ പോവാറ്. അപ്പോൾ ഇതേ ക്യാബ് വന്നിട്ടുണ്ട്, ഇനി നമുക്ക് പോവാം. ഞാൻ ഇന്ന് വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്. കുറേ നാളായിട്ടുള്ള പ്ലാനിങ്ങും പിന്നെ ഡിസ്കഷൻസും ഒക്കെ ഇന്ന് ഫ്രൂയിഷനിൽ വരാൻ പോവുകയാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര സന്തോഷമാണ്. പക്ഷേ ഈ ട്രാഫിക് കണ്ടിട്ട് എനിക്ക് അത്ര സന്തോഷം വരുന്നില്ല. ഒരു 1.5 hours ഒരു കൂട്ടോ ഞാൻ ഓഫീസിലെത്താൻ വീട്ടിൽ നിന്ന്. അപ്പോൾ ദേ നമ്മൾ ഓഫീസിലെത്തിയിട്ടുണ്ട്. ഇനി നമ്മളെ ഒരാൾ മീറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. ആരാണ് എന്താണെന്നൊക്കെ ഞാൻ വഴിയേ പറയാം കേട്ടോ. നമുക്ക് ആദ്യം പോയിട്ട് ലോഗിൻ ചെയ്യാം. ഞാൻ ദേ ഓഫീസിനുള്ളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് നമ്മളുടെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഓഫീസിലെത്തിയിട്ടോ. എന്നെ കാണാൻ ഇപ്പോൾ ഒരാൾ വരുന്നുണ്ട്. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നമ്മുടെ ഐഷുവിന് വേണ്ടിയിട്ട് അവളുടെ വളകാപ്പ് ഗിഫ്റ്റായിട്ട് ഒരു മോം ടു ബി ഹാമ്പർ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം തീർന്നു. കുറേ നാളത്തെ ഡിസ്കഷൻസിന് ശേഷമാണ് കേട്ടോ. ലൈക്ക് അവൾക്ക് എന്തിഷ്ടപ്പെടും, എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത്, എന്തൊക്കെ അവൾക്ക് പ്രഷറാവില്ല, അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. കുറേ പേഴ്സണൽ ടച്ചുള്ള സാധനങ്ങളാണ്. അപ്പോൾ അതൊക്കെ പുട്ട് ടുഗെദർ ആ ഹാമ്പർ മൊത്തമല്ല, കുറെ കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ഈ കുട്ടി എനിക്ക് ഈ ഹാമ്പർ ചെയ്തു തരുന്ന കുട്ടി കോഴിക്കോട് നിന്നാണ് കേട്ടോ. പുള്ളിക്കാരി ഇവിടെയാണ് പക്ഷെ സെറ്റിൽഡ് ആയിട്ടുള്ളത്, ഇവിടെയാണ് വർക്കൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവള് വരുന്നുണ്ട് ഇപ്പം എന്നെ കാണാൻ. അപ്പോൾ പുള്ളിക്കാരി ഹാമ്പറിൽ വെക്കാനുള്ള കുറേ സാധനങ്ങൾ, അതായത് പെരിഷബിൾ അല്ലാത്ത ബാക്കി എല്ലാ സാധനങ്ങളും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ കാണാം. എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ ഞാനിത് കാണാൻ. കാരണം എനിക്ക് ഭയങ്കര എക്സ്പെക്റ്റേഷൻസ് ആണ്. ഞാൻ കുറേ കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറഞ്ഞിരുന്നു, കുറേ കാര്യങ്ങൾ അവള് കുറേ ഐഡിയാസ് തന്നു എനിക്ക്. അപ്പോൾ ഓൾ ടുഗെദർ എനിക്ക് തോന്നുന്നു ഐഷുവിന് ഭയങ്കര ഇഷ്ടപ്പെടുമെന്ന്. ഐ റിയലി ഹോപ്പ് അവൾക്ക് നല്ല ഇഷ്ടപ്പെടുമെന്ന്. കാരണം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിന്. അവളും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ആഷ്ന എന്നാണ് പേര്, ആഷ്ന. ഇൻസ്റ്റഗ്രാമിലൊക്കെ ഹാമ്പർ, ഞാൻ ഇൻസ്റ്റഗ്രാം അവളുടെ ലിങ്ക് താഴെ ടാഗ് ചെയ്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അവളുടെ ഐഡിയാസ് ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ചിലതൊക്കെ അവളിങ്ങനെ പറയുമ്പോഴത്തേക്കും അടിപൊളി, ഇത് എന്തായാലും വേണം എന്ന് പറഞ്ഞിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ആ ഹാമ്പർ കാണാൻ പോവാണ്. ഹാമ്പർ ഫുള്ളല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അവളെ ഹാമ്പറിൽ വെക്കാൻ പോകണമെന്നുള്ള കാര്യങ്ങൾ കാണാൻ പോവാണ്. അപ്പോൾ വെരി എക്സൈറ്റഡ് ഫോർ ദാറ്റ്. അവൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും എത്തും. ഞാൻ ഓൾറെഡി ഓഫീസിലെത്തി. എനിക്കിന്ന് വൈകിട്ട് 7-7:30 ആകുമ്പോഴാണ് ട്രെയിൻ. അപ്പോൾ അതിനു മുന്നേ, അതുകൊണ്ടാണ് ഞാൻ ഏർലി ലോഗിൻ ചെയ്തു. ഞാൻ ഒരു 10 മണിക്ക് ലോഗിൻ ചെയ്തു. അപ്പോൾ എൻ്റെ വർക്കൊക്കെ തീർത്തിട്ട് നമുക്ക് ഇറങ്ങാം. സോ അതൊക്കെയാണ് പരിപാടികൾ. ഞാൻ നേരെ ആതിരയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. കാർമലാരം ട്രെയിൻ സ്റ്റേഷനിൽ നിന്നാണ് എനിക്ക് ഇന്ന് ട്രെയിൻ ഉള്ളത്, കുറ്റിപ്പുറത്തേക്കുള്ളത്. കുറ്റിപ്പുറത്ത് ഐഷു വന്ന് പിക്ക് ചെയ്യുക തന്നെ. നാളെ രാവിലെ ഞാൻ എത്തും, 6-6:30 ആകുമ്പോഴത്തേക്ക് ഞാൻ അവിടെ എത്തും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ഞാൻ ഓർത്ത് നിങ്ങളെ ഓഫീസിലേക്ക് കൂട്ടാം. കാരണം ഇന്നത്തെ കാഴ്ചകളൊക്കെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ദിവസമാണിത്. കാരണം ഞാൻ അത് ഹാമ്പർ കാണുന്നു, ഹാമ്പർ സെറ്റ് ചെയ്യുന്നു. ഞാൻ കാഞ്ചീപുരത്ത് നിന്ന് മേടിച്ചത്, നിങ്ങളെല്ലാവരും ഗസ് ചെയ്ത് കറക്റ്റാണ്, കാഞ്ചീപുരത്ത് നിന്ന് മേടിച്ച സാരി ഐഷുവിനുള്ളതാണ്. ഞാൻ ചെറുതായിട്ട് ലൊക്കേഷൻ ഒന്ന് മാറിയിട്ടോ, കാരണം ഞാൻ വാഷ്റൂമിൽ നിന്നായിരുന്നു വർത്താനം പറഞ്ഞോണ്ടിരുന്നത്. ഞാൻ വളരെ ഇമോഷണൽ ആയിട്ടുള്ള, ഐഷുവിന് ഭയങ്കര ഇഷ്ടപ്പെടുന്ന, എനിക്ക് ഉറപ്പുള്ള കുറേ എന്താ പറയുക അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. വാവയ്ക്ക് വേണ്ടിയിട്ടുള്ളതും മെയിൻലി അവൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഹാമ്പറാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. എനിക്കറിയാം ഐഷുവിന് ഇത് ഭയങ്കര ഇഷ്ടപ്പെടുന്നു. കാരണം അവൾക്ക് ഇങ്ങനെ പേഴ്സണൽ ടച്ചുള്ള ഗിഫ്റ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര അങ്ങനെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇമോഷണലി എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഗിഫ്റ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. കൃഷ്ണ വന്നു എന്ന് പറഞ്ഞിട്ട് വിളിച്ചതാണ് കേട്ടോ എന്നെ ഇപ്പോൾ. അപ്പോൾ നമുക്ക് എന്തായാലും പോയിട്ട് ഇപ്പോൾ ഹാമ്പർ കാണാം. ഇന്ന് വൈകിട്ടാണ് എനിക്ക് ട്രെയിൻ, കാർമലാരം സ്റ്റേഷനിൽ നിന്നാണ് എനിക്ക് ട്രെയിൻ, ഒരു 7:30 ആകുമ്പോൾ. അപ്പം ഞാൻ ഓഫീസിൽ നിന്ന് നേരെ രാവിലെ എൻ്റെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വെച്ച് വൈഷു അത് ആതിരയുടെ വീട്ടിലേക്ക് കൊണ്ടുവരും. കാരണം ആതിരൂന്റെ വീട്ടിൽ നിന്ന് തൊട്ടടുത്താണ് കാർമലാരം സ്റ്റേഷൻ, ഒരു 10-15 മിനിറ്റേ ഉള്ളൂ. അപ്പം ഞാൻ നേരെ ഓഫീസിൽ നിന്ന് അങ്ങോട്ടാണ് പോകുന്നത്. എൻ്റെ അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ എൻ്റെ കൂടെ എടുത്തിട്ടുള്ളൂ, ലൈക്ക് ലാപ്ടോപ്പ്, ചാർജർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ബാക്കി തുണിയും ഫംഗ്ഷൻ ഇടാനുള്ള സാരിയും കാര്യങ്ങളൊക്കെ വൈഷു പെട്ടിയിലാക്കി ഞാൻ പാക്ക് ചെയ്ത് വെച്ച് എൻ്റെ സൂട്ട് കേസ് ആതിരയുടെ അടുത്തേക്ക് കൊണ്ടുവരും. പുള്ളി ഓഫീസിൽ നിന്ന് അങ്ങടേക്ക് വരിക. അപ്പോൾ അങ്ങടേക്ക് കൊണ്ടുവരിക ചെയ്യുക. എന്നിട്ട് നമുക്ക് നേരെ ഐഷുവിനെ കാണാൻ പോവാം. അപ്പോൾ നമുക്ക് പോയിട്ട് ആഷ്നനെ കാണാം. ഹാമ്പറിന്റെ കാര്യം എന്തായി നോക്കാം. ഇത് ഇന്ന് ഫിനിഷ് ആയിട്ടുണ്ടെന്ന് അവൾ പറഞ്ഞു. ഓൾമോസ്റ്റ് എല്ലാം ഫിനിഷായി. കുറച്ച് അവൾക്ക് വേണ്ടിയിട്ടുള്ള മധുര പലഹാരങ്ങളും പിന്നെ കോഴിക്കോടൻ പലഹാരങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അത് ഫ്രഷ് ആയിട്ട് കോഴിക്കോട് നിന്ന് കൊണ്ടുവരാണ് ചെയ്യുക.
കാരണം ആഷ്ന കോഴിക്കോടുകാരിയാണ് കേട്ടോ. അവൾ ഇവിടെയാണ് സെറ്റിൽഡ്. ഇവിടെ നിന്നാണ് ഹാമ്പറൊക്കെ ചെയ്ത് കൊടുക്കുന്നതും. പക്ഷെ കോഴിക്കോടാണ് അവളുടെ ഫാമിലിയൊക്കെ ഉള്ളത്. അമ്മയാണ് കുറച്ച് ഈ നിറ്റിംഗ് പരിപാടി അല്ലെങ്കിൽ ഈ ക്രോഷ്യ പരിപാടി, നിറ്റിംഗ് അല്ല കേട്ടോ, ക്രോഷ്യ പരിപാടിയൊക്കെ ആൻറ്റിയാണ് ചെയ്യണേ. അപ്പം അവിടുന്ന് ആൻറ്റി ചെയ്ത കുറച്ച് സാധനങ്ങളും കൂടി ആഡ് ചെയ്യാനുണ്ട്. അപ്പം അങ്ങനെ ആഡ് ചെയ്തിട്ട് അവർ 20-ാം തീയതി 21st വളകാപ്പ്, 20th എനിക്ക് കൊണ്ട് തരികയാണ് ചെയ്യുക, ഹാമ്പർ ഫുള്ള് സെറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഹോൾ പ്ലാൻ. ഐശ്വര്യ മറ്റേ കിഡിലിനായിട്ട് നമുക്ക് സർപ്രൈസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇങ്ങനെ സർപ്രൈസ് കൊടുക്കുന്നതല്ലേ ഏറ്റവും അടിപൊളിയായിട്ടുള്ള കാര്യം. അവരുടെ ആ ഒരു സന്തോഷം കാണുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ. അടുത്ത തന്നെ സർപ്രൈസ് കൊടുക്കാനുള്ള വൈശ്വനാണ്. വൈശ്വന്റെ ബർത്ത്ഡേ വരുന്നുണ്ട്. വൈശ്വനൊന്ന് ഞെട്ടിക്കണം. അതിനുള്ള പ്ലാനിലാണ് ഞാൻ. അപ്പോൾ അങ്ങനെയൊക്കെ അന്നത്തെ പരിപാടി. അധികം ഡിലേ ചെയ്യേണ്ട, അവളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം പോയി അവരെ കാണാം. ഓക്കെ, ആഷനാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇതാണ് ആശാൻ. ഇതാണ് നമ്മുടെ ആഷ്നക്കുട്ടൻ. ആളെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോയിട്ട് എന്തെങ്കിലും ഓർഡർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തുടങ്ങും. ആഷ്നയായിട്ട് എനിക്ക് തുടക്കം തൊട്ടേ വളരെ നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയിരുന്നു കേട്ടോ. കാരണം ആഷ്നയും ഐഷുവിൻ്റെ വളരെ ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്യണ ഒരു ആളാണ്. അപ്പോൾ അവളുടെ വ്ളോഗ്സൊക്കെ ഫോളോ ചെയ്യണ ഒരാളാണ്. അപ്പോൾ ഞാൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എന്താണ് എങ്ങനെയാണ്, പിന്നെ ആഷ്ന പുള്ളിക്കാരുടെ ക്രിയേറ്റിവിറ്റിയും കൂടി ഇട്ടിട്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എനിക്ക് ഇത്തിരി കൂടി എളുപ്പമായിരുന്നു ഈ ഹാമ്പർ സെറ്റ് ചെയ്യാൻ. ഞാൻ ഇൻസ്റ്റഗ്രാം വഴിയാണ് കേട്ടോ ആഷ്നെ മീറ്റ് ചെയ്തത്. ഞാനിങ്ങനെ ഒരു ഹാമ്പർ ഉണ്ടാക്കാൻ ആലോചിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് വന്നപ്പോഴത്തേക്കും ആഷ്നയുടെ പേജ് എൻ്റെ കണ്ണിൽ പെട്ടു. നല്ല വർക്കാണെന്ന് കണ്ടപ്പോഴത്തേക്കും ഞാൻ പുള്ളിക്കാരിനോട് അങ്ങനെ സംസാരിച്ച് തുടങ്ങാനുണ്ടായത്. എൻ്റെ കുറേ സ്പെസിഫിക് റിക്വയർമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ വിഷ്ണുവിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞി ഇന്ത്യൻ ജേഴ്സീൻ്റെ പോലെ ഒരു വൻസി വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ കുറച്ച് സ്കിൻ കെയർ ഫോർ ദ മോം, പിന്നെ വളരെ ഇമോഷണൽ ടച്ചസ് ഉള്ള കുറേ കാര്യങ്ങൾ, അതായത് അവരുടെ നഴ്സറിയിൽ വെക്കാൻ പോകുന്ന ഒരു കുഞ്ഞ് ലാമ്പ് തൊട്ട് ഒരു റാറ്റിൽ, എലിഫൻറ്റ് ഷേപ്ഡ് റാറ്റിൽ, പിന്നെ കുറേ ഫ്രണ്ട്ഷിപ്പ് കാർഡ്സ്, അതൊക്കെ ആഷ്നയുടെ ഐഡിയ ആണ് കേട്ടോ. ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയാനുള്ളത് ഈ ഒരു 12-week കാലണ്ടർ ഉണ്ട്, ഒരു 12-week കൗണ്ട് ഡൗൺ കാലണ്ടർ. കാരണം ഐശ്വര്യന് 3 മാസം കൂടിയേ ഉള്ളൂ ഡെലിവറിക്ക്. അപ്പോൾ ആ ഒരു കാലണ്ടറൊക്കെ ഉണ്ടാക്കി വളരെ ഇമോഷണൽ ആയിട്ടുള്ള കോഡ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഹാമ്പർ. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു 3 month കൗണ്ട് ഡൗൺ കാലണ്ടർ വായിക്കുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ കണ്ണ് നിറയുമായിരുന്നു. അത്ര ഭയങ്കര ഇഷ്ടപ്പെട്ടു. വെരി ഇമോഷണൽ, ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ എന്ന് തന്നെ പറയാം. എനിക്കറിയാം ഐശ്വര്യന് എത്ര കണ്ട് ഇഷ്ടപ്പെടും ഇതെന്ന്. ആൻഡ് ആഷ്ന സ്പെസിഫിക്കലി ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയ ജേർണലും ഉണ്ടായിരുന്നു കേട്ടോ, ലൈക്ക് ബേബി ജേർണൽ. ഇത് എല്ലാം കസ്റ്റമൈസ്ഡ് ആണ്. ലൈക്ക് ബ്ലൂ കളർ തീം എടുത്തു നമ്മൾ ആൻഡ് കംപ്ലീറ്റ്ലി കസ്റ്റമൈസ് ചെയ്തിട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഈ കംപ്ലീറ്റ് ജേർണലും ഹാൻഡ് മെയ്ഡാണ് കേട്ടോ. അവൾ തന്നെ ഓരോന്നും ഉണ്ടാക്കിയതാണ്. നെക്സ്റ്റ് ഒരു വളരെ ക്യൂട്ടായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് കാർഡാണ്. ഇതൊരു വളരെ സ്പെഷ്യൽ മെമ്മറിയാണ്. ഞങ്ങൾ ഗോവയിൽ പോയപ്പോൾ എടുത്ത ഫോട്ടോ ആണ് ഗിബ്ലി ആക്കി വെച്ചിരിക്കുന്നത്. വെരി ക്യൂട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് ഭയങ്കര ഏറ്റവും ഐ തിങ്ക് അൺഡൗട്ടഡ്ലി മൈ ഫേവറേറ്റ് വുഡ് ബി ദിസ്. ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള നമ്മളെ ആ 12 weeks വെയിറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ വായിക്കുമ്പോൾ എൻ്റെ കണ്ണെന്ന് അറിയുന്നുണ്ട്. ആൻഡ് വൈഷ്ണവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു സംഭവം. വെയിറ്റ് ഫോർ ദ ബേബി. ഇന്ന് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് എക്സാക്ട്ലി അറിയാം ഐശ്വര്യ ഇത് കാണുമ്പോൾ എന്ത് തോന്നുന്നു. ബിക്കോസ് ഓൾറെഡി വളകാപ്പ് കഴിഞ്ഞു, ഞാനിത് ഗിഫ്റ്റ് കൊടുത്തും കഴിഞ്ഞു, അവളിത് കാണുകയും ചെയ്തു. ആൻഡ് ഇറ്റ് വാസ് എ വെരി ഇമോഷണൽ മൊമെൻറ്റ്. കാരണം അവൾക്കും ഭയങ്കര ഹാപ്പിയായി, ഭയങ്കര എന്താ പറയുക എക്സൈറ്റഡ് ആയിരുന്നു. അവൾ ഈ ഹാമ്പറിലുള്ള ഓരോ സാധനവും ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് അവളെല്ലാം കണ്ടത്. ഞാൻ എന്തായാലും ആഡ് ചെയ്തേക്കാം കേട്ടോ അവളുടെ റിയാക്ഷനൊക്കെ അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട്. ഒക്കെയാണ് കേട്ടോ നമ്മളുടെ ഐറ്റംസ്. ഹലോ, ഹായ്. ഇത് ഇയാളുണ്ട്, ഇയാൾ ലൈറ്റ് കത്തും. പിന്നെ ഞങ്ങളുടെ ക്യൂട്ട് ഫ്രണ്ട്ഷിപ്പ് കാർഡ്സ്, പേഴ്സണലൈസ്ഡ് ചോക്ലേറ്റ്സ് ഉണ്ട്, നല്ല ക്യാൻഡിൽ. ഹലോ, ഇതൊരു സ്കിൻ കെയർ ആണ് ഫോർ മമാസ്. വേണ്ട, ഡ്രസ്സ് അഫർമേഷൻ കാർഡ്സ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് വിഷ്ണുവിന് വേണ്ടിയിട്ട്.
യെസ്, താങ്ക്സ് മൈ ഡാർലിംഗ്, താങ്ക് യു സോ മച്ച്. അടിപൊളിയായിട്ട് കേട്ടോ എല്ലാം. താങ്ക് യു. പുള്ളിയാണ് നമ്മളെ ഇന്ന് വീഡിയോ എടുക്കാൻ ഹെൽപ്പ് ചെയ്തത്. താങ്ക് യു സോ മച്ച് ഷാരൻ. അപ്പോൾ നമുക്ക് പാക്ക് ചെയ്യാം. അപ്പോൾ നീ എനിക്കിത് 20th എത്തിച്ചു തരൂ അല്ലേ? ഞാൻ വൈഷ്ണുവിൻ്റെ അഡ്രസ്സ് തരാം, അങ്ങോട്ടേക്ക് എത്തിച്ചാൽ മതി. ഓർ അവളുടെ വീട്ടിലേക്കാണെങ്കിലും കുഴപ്പമില്ല. ഇത് അല്ല വലിയൊരു ഹാമ്പറിലായിരിക്കുമോ പാക്ക് ചെയ്യുക? അല്ലേ, ബാസ്ക്കറ്റിൽ പ്രോപ്പർലി ഇങ്ങനെ റാപ്പ് ചെയ്തിട്ടുള്ള. ആ പെർഫെക്റ്റ്. എന്റെ സാരി അങ്ങനെ ചെയ്താൽ മതിടാ. ഇതാണ് നമ്മളുടെ സാരി. കറക്റ്റ്. നീ അപ്പൊ അതിന്റെ കൂടെ കുറച്ച് ജ്വല്ലറിയും ഒരു കുപ്പിവള ഡൺ 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 അങ്ങനെ ആഡ് ചെയ്തോ. പിന്നെ ആ ബൂട്ടീസും സോക്സും കൂടി ആഡ് ചെയ്തൊക്കെ അതിൽ വെരി ക്യൂട്ട്. ആ സാരി ഒന്ന് എടുത്തേടാ. കൂടിയും കാഞ്ചീപുരത്ത് അമ്മമാർക്കുള്ള വിഷുക്കൂടിയും പിന്നെ അവൾക്കുള്ള ഒരു സാരിയും കൂടി എടുത്തിരുന്നു. ഇതാണ് നമ്മളുടെ സാരി. എനിക്ക് ഭയങ്കര പ്രിട്ടി കളറാണ്. അവൾക്ക് ഉടുത്താൽ രസം ഉണ്ടാവും. പക്ഷെ അവള് ഡാർക്ക് കളേഴ്സ് അങ്ങനെ ഇട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അറിയില്ല, ഇതൊന്ന് ട്രൈ ചെയ്യട്ടെ. സോ നമുക്ക് പാക്ക് ചെയ്ത് വെക്കാം, എന്നിട്ട് നമുക്ക് അങ്ങോട്ട് ഡെലിവറി ചെയ്യാം. ഞാൻ ഐഷുവിന്റെ വളകാപ്പ് കഴിയാൻ വെയിറ്റ് ചെയ്തതാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ. അല്ലാണ്ട് വളകാപ്പിന് മുന്നേ ഇത് പോസ്റ്റ് ചെയ്ത് അവള് കാണുമല്ലോ ഇത്, അതുകൊണ്ട്. അങ്ങനെ ഇനി എന്തൊക്കെ ഫിനിഷിംഗ് ടച്ചസ് വേണം ഹാമ്പറിന് എന്നുള്ള പ്ലാൻ ഒക്കെ ചെയ്തിട്ട് നമ്മൾ പിരിയാണ് കേട്ടോ. അപ്പൊ ഇനി എപ്പോഴെങ്കിലൊക്കെ മീറ്റ് ചെയ്യാന്ന് പറയുമായിരുന്നു നമ്മള്. ബിക്കോസ് രണ്ടുപേരും ബാംഗ്ലൂർ തന്നെയാണല്ലോ. അപ്പൊ എപ്പോഴെങ്കിലൊക്കെ മീറ്റ് ചെയ്യാം. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ലഞ്ചിന് പോവാം. താങ്ക് യു സോ മച്ച് ഗൈസ്. നമുക്ക് കണ്ടുമുട്ടാം. ഓക്കെ, 20th നീ അത് എത്തിക്കില്ലേ? ഓൾറൈറ്റ്, താങ്ക് യു, ബൈ. എനിക്ക് അത്യാവശ്യം ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ, ഈ ഒരു ഹാമ്പർ എങ്ങനെ വരും, ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്നുള്ളത്. പക്ഷെ എനിക്ക് കണ്ടെടുത്തോളം ഭയങ്കര ഇഷ്ടപ്പെട്ടു ആൻഡ് ഇറ്റ് വാസ് റിയലി നൈസ്. അപ്പോൾ നമുക്കിത് തിരിച്ച് ഓഫീസിലേക്ക് പോകാൻ എനിക്ക് കുറേ പണിയുണ്ട്. പക്ഷേ നമ്മൾക്ക് വർക്ക് തുടങ്ങുന്നതിന് മുന്നേ ആദ്യം ലഞ്ച് കഴിച്ചിട്ട് വരാം. അപ്പോൾ ഞാൻ എൻ്റെ കൊലീഗിൻ്റെ കൂടെ ലഞ്ച് കഴിക്കാൻ വന്നതാണ് കേട്ടോ. ഇതൊക്കെയായിരുന്നു നമ്മളുടെ ഇന്നത്തെ ലഞ്ച്. റൈസ് ഉണ്ട്, പിന്നെ ഒരു ദാൽ കറി ഉണ്ട്. യൂഷ്വലി എടുക്കാറുള്ളത് നമ്മുടെ റൈസ് രസമാണ്. റൈസ്, രസം, ദാൽ, ഇത് മൂന്നുമാണ് എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. ഒരു പ്രത്യേക രസമാണെന്ന് തന്നെ പറയാം ഇവിടുത്തെ റൈസ് രസം കഴിക്കാൻ. ഞാൻ ഓഫീസിൽ വരുന്ന ദിവസം മിക്കവാറും ഞാൻ ഇവിടുന്ന് തന്നെയാണ് കേട്ടോ ലഞ്ച് കഴിക്കാറ്. അതിൻ്റെ കുറേ ഐറ്റംസ് ഉണ്ടാവാറുണ്ട്. എൻ്റെ മെയിൻ ഇതൊക്കെ തന്നെയായിരിക്കും. പിന്നെ ഒരു സാലഡ് ബാർ ഉണ്ടാവാറുണ്ട് കേട്ടോ, സാലഡ് കൗണ്ടർ. അവിടുന്ന് നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാം. നമുക്ക് വേണ്ട പൾസസോ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരതൊക്കെ മിക്സ് ചെയ്ത് ഇങ്ങനെ ഒരു സംഭവമാക്കി തരും. ഞാൻ ഉള്ള എല്ലാ വെജിറ്റബിൾസും പെറുക്കി ഇടാൻ പറഞ്ഞിട്ടുണ്ട് ആ സാലഡിൽ. ഇനി നമുക്ക് പോയി കഴിക്കാം. അത് കഴിഞ്ഞിട്ട് നേരെ വർക്ക് സ്റ്റേഷനിലേക്ക്. ഇന്നത്തെ സ്വീറ്റ് എന്താന്ന് നോക്കാം. ഹൽവയാണ്. ഞാനിപ്പോൾ ഈയിടെയായിട്ട് സ്വീറ്റ്സ് അധികം കഴിക്കാറില്ല, ബിക്കോസ് ഡയറ്റ് നോക്കണമല്ലോ. അങ്ങനെ നമ്മൾ ലഞ്ച് കഴിക്കുകയാണ് കേട്ടോ. കഴിക്കാനിരിക്കുമ്പോഴത്തേക്കും ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഡിസ്കഷൻസ് പല ടോപ്പിക്സ് ആണ്. ഒന്നെങ്കിൽ വർക്ക് ആയിരിക്കും, ലൈക്ക് പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതും ഇതൊക്കെ. അല്ലെങ്കിൽ കൺട്രിയുടെ പൊളിറ്റിക്കൽ സിനാരിയോ. എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ലെങ്കിലും ബട്ട് വാട്ട് എവർ ലിറ്റിൽ ഐ നോ, പിന്നെ അങ്ങനെയൊക്കെ ഡിസ്കസ് ചെയ്യും. പിന്നെ നമ്മളുടെ മൂവീസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഡിസ്കഷൻ. അപ്പോൾ അങ്ങനെ പല ഡിസ്കഷനായിട്ട് നമ്മൾ ഭയങ്കര വർത്താനമായിരിക്കും. ഇന്ന് എൻ്റെ കൂടെ ഉണ്ടായ കൊലീഗ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഒരു ടോപ്പിക്കാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് വർക്ക് സ്റ്റേഷനിലെത്തി ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ. കുറേ പണിയുണ്ട്, നമുക്കതൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് ഇറങ്ങാൻ നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് നാൾ ലീവിന് പോകുന്ന കാരണം ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു ചെയ്ത് തീർക്കാനും ചെയ്ത് വെക്കാനും. ക്ലയൻസിനെ അറിയിക്കണം ഞാൻ കുറച്ച് നാൾ ഉണ്ടാവില്ല എന്നുള്ളത്, ബാക്കപ്പ് കാര്യങ്ങളൊക്കെ പറയണം, അങ്ങനത്തെ ജനറൽ ഹൗസ് കീപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്നായിരുന്നു എൻ്റെ പ്ലാൻ. അതിനിടയിലാണ് എനിക്ക് ഭയങ്കര അസ്വസ്ഥത തോന്നിയിട്ട്, ഒരു തലവേദന പോലെ എന്തൊക്കെയോ പോലെ. നോക്കിയപ്പോൾ ഉണ്ട് എനിക്ക് പീരിയഡ്സ് ആയിരിക്കണം. എൻ്റെ ഡേറ്റ് അനുസരിച്ച് ഒരു 2 ദിവസം കഴിഞ്ഞിട്ടേ ആവാൻ പാടില്ലായിരുന്നു. പക്ഷെ പുള്ളി വിചാരിച്ചു ഇപ്രാവശ്യം നേരത്തെ ഇങ്ങോട്ട് പോന്നേക്കാന്ന്. എനിക്ക് ഐഷോൻ്റെ അടുത്ത് പോകുമ്പോഴത്തേക്കും അമ്പലം വിസിറ്റൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ കൊളായി. അപ്പോൾ നമ്മൾക്ക് വേഗം ബാക്കിയുള്ള ജോലികൾ തീർത്തിട്ട് പോവാൻ നോക്കാം. എനിക്ക് ആകെ വയ്യാണ്ടാവണ പോലെ ഒരു തോന്നലായിരുന്നു. ഈ സമയത്ത് ട്രാവൽ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ലേ. എനിക്ക് യൂഷ്വലി അങ്ങനെ ഉപദ്രവമായിട്ട് തോന്നാറില്ല. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ഇനിയിപ്പോൾ റെസ്റ്റ് ഇല്ലാത്ത കുറേ ദിവസങ്ങളാണെന്ന് ഓർത്തപ്പോഴത്തേക്കും ഒരിത്തിരി ബുദ്ധിമുട്ട് തോന്നാറുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഞാൻ ഓർത്ത് ഒരു ഗ്രീൻ ടീ ആയി കുടിച്ചൊന്ന് സെറ്റ് ആവാമെന്ന്. എനിക്കിതേ കുറച്ച് മീറ്റിങ്സും ഉണ്ട്, അതും കൂടി കഴിഞ്ഞിട്ടേ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. Tomorrow till Wednesday, so I am also not available, so there are a lot of things that I needed to finish. അങ്ങനെ ഒരു 3:30 ആയപ്പോഴത്തേക്ക് ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടോ. എൻ്റെ പണികളൊക്കെ ഒന്ന് തീർത്തിട്ട് ഇനി നമുക്ക് നേരെ ആതിരയുടെ വീട്ടിലേക്ക് പോവാം. അവിടെ ചെന്നിട്ട് നമുക്ക് വീണ്ടും ലോഗിൻ ചെയ്യണം, കാരണം 2-3 കോൾസും കൂടി തീർക്കാനുണ്ട്. നമ്മൾ ആതിരയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ലിഫ്റ്റിലാണ്, വീട്ടിലേക്ക് കയറാൻ പോകണം. കുറച്ച് നേരം എടുത്തോട്ടോ ഇങ്ങോട്ട് വരാൻ. അപ്പോൾ ഇനി നമുക്ക് 4:30 ആയിട്ടുണ്ട് സമയം. 4:30 കഴിഞ്ഞു. എൻ്റെ ട്രെയിൻ എപ്പോഴാണോ എന്തോ
എനിക്ക് തോന്നുന്നു 7:30-8 മണിക്ക് ആ സമയത്താണ് വൈഷുവിന് അധികം കറക്റ്റ് സമയത്ത് കൊണ്ടാക്കും. അപ്പം ഞാൻ കയറി പോകും. അതാണ്. അപ്പൊ നാളെ രാവിലെ ഞാൻ കുറ്റിപ്പുറത്താണ് ഇറങ്ങണേ. നാളെ രാവിലെ ഐഷു വരും എന്നെ കൂട്ടാൻ. അപ്പോ ഓൾ സെറ്റ് ടു ഗോ. എനിക്ക് കുറച്ച് വീഡിയോ എഡിറ്റിംഗ് പരിപാടികളൊക്കെ ഉണ്ട്. ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, നല്ല ക്ഷീണവും. അപ്പം എന്തായാലും നമുക്ക് വീഡിയോ എഡിറ്റിംഗ് ചെയ്യണം. വിഷു വ്ളോഗ് ഞാൻ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് വിഷു വ്ളോഗ് ചെയ്യാം. നാളെ നമുക്ക് ഓപ്ഷൻ ഹോളിഡേ അല്ലേ, ഗുഡ് ഫ്രൈഡേ ആണല്ലോ. അപ്പോൾ എന്തായാലും ഫ്ലോട്ടിങ് ഹോളിഡേ ആണ്. അപ്പോൾ ഞാൻ അതെടുത്തു. അപ്പോൾ നാളെ ഓഫാണ് ഞാൻ. നമുക്കിപ്പോൾ പോയി എഡിറ്റ് ചെയ്യാം. ചായ കുടിക്കണം. തലവേദനയോ വയറിനൊരു ബുദ്ധിമുട്ടോ എന്തൊക്കെയോ ഒരു അണീസിനെസ്, എനിക്ക് ദേഷ്യവും വരുന്നുണ്ട്. പക്ഷെ കുറേ പണി തീർക്കാനുണ്ട്, ഓഫീസിലെ പണി തീർക്കാനുണ്ട്. അപ്പം നമുക്ക് ഹായ് മംസ്. ആദരവ് വന്നില്ല? എപ്പോൾ വരും? യെസ്, ഒരു ചായ ആവാം കുറച്ച് കഴിഞ്ഞിട്ട്. അച്ഛൻ പോയാ? അച്ഛൻ ഓടി. അമ്മ എനിക്ക് വേണ്ടി ഒരു ചായ ഉണ്ടാക്കാൻ പോയിട്ടുണ്ട്. എന്തായിരുന്നു അമ്മ പരിപാടി? ക്യാ പരിപാടി? കൊച്ചു വന്നില്ലേ? ആ അതാ ഞാൻ ഓർത്ത്. നോക്കട്ടെ അവളെ. ഒന്നും ചെയ്തില്ലേ അമ്മ? എന്തോ ചെയ്യണം. കുറച്ചു നേരം അച്ഛനും അമ്മയൊക്കെ ആയിട്ട് ചായ കുടിച്ച് സ്നാക്സ് ഒക്കെ കഴിച്ച് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എനിക്ക് വീട്ടിലെത്തിയപ്പോഴത്തേക്കും നല്ലോണം വിഷമു. അപ്പം ഞാൻ അമ്മയടുത്ത് ഇങ്ങനെ പറയായിരുന്നു എന്തെങ്കിലും ഒരു ചിപ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കറുമുറു സാധനങ്ങൾ കഴിക്കാൻ തോന്നിയിട്ട് അമ്മ അതൊക്കെ എടുത്തു തന്നു. ഹലോ. ഞാനിങ്ങനെ എഡിറ്റിംഗ് പരിപാടികൾ ഇല്ല, കഴിയാനാവണം. സായി വരണ്ടോടാ നമ്മുടെ കൂടെ? ബൈ. 8:40 കേട്ടോ എൻ്റെ ട്രെയിൻ. അപ്പോൾ ട്രെയിനിൻ്റെ സ്റ്റേറ്റസ് ഒക്കെ നമ്മൾ ട്രാക്ക് ചെയ്യാനുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ 8 o'clock ഒക്കെ ആയപ്പോഴത്തേക്കും കാർമെല്ലാരും സ്റ്റേഷനിലേക്ക് ഇറങ്ങി. തുറക്കുന്ന ഭാഗം, ഓപ്പൺ ചെയ്യുന്ന ഭാഗം, ലോക്ക് വരുന്ന ഭാഗമില്ലേ, അങ്ങോട്ട് ഫേസ് ചെയ്തിട്ട് സീറ്റിനടിയിലേക്ക് കയറ്റി വെച്ചാൽ മതി. എനിക്ക് തീരെ വശമില്ലാത്തൊരു കാര്യമാണ് ട്രെയിനിൽ ഒറ്റയ്ക്ക് പോവാന്നുള്ളത്. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പൊ അതിന് കുറെ ഇൻസ്ട്രക്ഷൻസ് തരുമായിരുന്നു വൈഷു. എങ്ങനെയായിരുന്നു? കൈ അകത്തേക്ക് പോണോ? ലോക്കല്ലേ? അത് തിരിച്ചു വയ്ക്കും. എന്നെ കൊണ്ടാക്കുമ്പോഴും വൈഷു പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇടയ്ക്ക് ട്രെയിൻ ട്രാക്ക് ചെയ്യണം, ഡിലേ ഉണ്ടോ നോക്കണം, അല്ലെങ്കിൽ ഏർലി ആണോ നോക്കണം, അങ്ങനെയൊക്കെ. അങ്ങനെ കുറേ ഇൻസ്ട്രക്ഷൻസ് കേട്ടോ. പുള്ളി എന്തായാലും ട്രാക്ക് ചെയ്യും എന്ന് എനിക്കറിയാം. എൻ്റെ ഐശ്വര്യത്തെ ട്രാക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുമുണ്ട്. ഈ സ്റ്റേഷനിൽ അധികം നേരം സ്റ്റോപ്പില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കയറി സെറ്റിൽഡായി. എനിക്ക് കുറച്ച് വർക്ക് കൂടി ഫിനിഷ് ചെയ്യാനുണ്ടായി. അതൊക്കെ തീർത്തിട്ട് ഞാൻ കിടന്ന് ഉറങ്ങിയിട്ടോ. ഒത്തിരി ഡിസ്റ്റർബ് സ്ലീപ്പായിരുന്നു. കാരണം ട്രെയിൻ എവിടെ എത്തി ഇടയ്ക്ക് ഞാൻ ട്രാക്ക് ചെയ്യാനുണ്ടായിരുന്നു. ഈ മുതലിനെ കിട്ടിയിട്ടുണ്ട്. ഐ മീൻ ഇവർക്ക് എന്നെ കിട്ടിയിട്ടുണ്ട്. അവൻ തിരിഞ്ഞ് ഓടി. കൈ പറ്റിയിരിക്കണോന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയച്ചോളൂ. താന് കൃത്യം 6 മണിക്ക് എന്നെ വിളിച്ചു എണീപ്പിച്ച് എന്നിട്ടേ ഇറങ്ങുന്നത്. 5:45 വിളിച്ചു. എന്നെ വിളിച്ചത് 6:30. എന്നെ ഇപ്പൊ വിളിച്ചത് 6:30. നീയല്ല വൈഷു. അത് കൺഫ്യൂഷനായി പേര്. അപ്പൊ ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ വളകാപ്പിന്റെ പ്രിപ്പറേഷനൊക്കെ ആയിട്ട് ഞാനും കാണും ഐഷുവിന്റെ കൂടെ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്ന വരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.